വളരെ ദൂരെ എന്തിനും നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ബലി നമുക്ക് പിതാവായ ദൈവത്തിന് അർപ്പിക്കാം. തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗ്ഗത്തിനതുപോലുലകി നിൻ ചിത്തം നിറവേറട്ടെ.
ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മതയുവാൻ ബലഹീനരായ ഞങ്ങളെ ശുദ്ധരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. ആമേൻ. ദൈവമേ കേൾക്കണമേ. മോക്ഷവും പ്രത്യാശയും പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധി ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങളുമായി ഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യ നന്മകളും നിറഞ്ഞ മുഴുവൻ സഭയിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെയും സൃഷ്ടാവുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിയുടെ നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ They're asking to move the light a little bit and these bulbs are on. Switch it off. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടെ They are not able to see it. Yeah, little bit. They are not able to see to sing. Do you want the light? I don't know. We'll move it a little bit this way. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം സർവാണി, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവിതമായും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയിക്കുന്നതിനും
നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നവരും അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. സഹോദരനെ ഇന്നത്തെ സന്ധ്യയോടെ കേൾക്കുകയും എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസിലെ തെസ്സലോനിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ. കർത്താവിന്റെ പ്രത്യാഗമനം മരിച്ചവരുടെ ഉയർപ്പും. സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്രപ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്രപ്രാപിച്ചവരെ ദൈവം അവനോട് കൂടി ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മൾ ജീവനോടെ ഇരിക്കുന്നവർ നിദ്രപ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാവളം ധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 24 മുതൽ 29 ഉൾപ്പെടെ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവിധിക്ക് വിധേയനാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്നാൽ കല്ലറകളുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധി ഉയർപ്പിനായും പുറത്തു വരും. ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട പിതാവിന്റെ
നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്നതായ കുടുംബാംഗങ്ങളെ ഇവിടെ കടന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ആദ്യമായിട്ട് കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. സമാധാന സംവാഹകനായ നമ്മുടെ കർത്താവ് ഞങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നായി ഫ്യൂണറലിൽ അല്ലെങ്കിൽ ബലിയിലൊക്കെ സംബന്ധിക്കുന്നതായ വേളയിൽ നമ്മളുടെ ചിന്തകൾ ഈ കഴിഞ്ഞ നാളുകളിൽ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം ആയിരുന്നു. ഈ ദിവസത്തിൽ സമാപന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദാസന് തൻ്റെ നിത്യസമ്മാനത്തിനുള്ളതായ എൻ്റെ യാത്ര പറയുന്നതായ സമയത്ത് ഈ പിതാവ് നമ്മളോട് യാത്ര പറയുന്നു, നാം ഈ പിതാവിനോട് യാത്ര പറയുന്നു. 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വിശുദ്ധ ബലിയെ സംബന്ധിച്ചുകൊണ്ട് പിതാവിനെ കുറിച്ച് നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. So from 1931 to 2025, so long life he had given by God to live here on earth. മക്കളെയും മക്കളെയും അതോടൊപ്പം തന്നെ കൊച്ചുമക്കളെയും കാണുവാനുള്ളതായ ദൈവത്തിന്റെ അനുഗ്രഹം ഈ പ്രിയപ്പെട്ട ദാസന് നൽകി. സാലു, സൂസൻ, സർജി, സാജൻ അവരുടെ നമ്മളതിനെ കുറിച്ച് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ പിതാവായിരുന്നു 1996 ഈ ഭൂമിയുടെ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. കാലങ്ങൾക്ക് മുമ്പായിട്ട് നാട്ടിലെ ഹിന്ദി ടീച്ചറാണ് ആയിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ രാഷ്ട്രഭാഷയാണല്ലോ, അതിലെ അദ്ദേഹത്തിന് നൈപുണ്യം ഉണ്ടായിരുന്നു. അതിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചെറിയ പങ്കും ചെലവഴിച്ചത്. അവിടെ തന്നെ കലാരംഗങ്ങളിൽ അദ്ദേഹം അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. കവിതാലാപനത്തിലെ, രചനയിലെ, കഥാപ്രസംഗത്തിലെ തുടങ്ങിയതായിട്ടുള്ള കലാരൂപങ്ങളിലെ അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ളതായ വിശ്രമക്കാരുടെ ഫ്രീയായിട്ട് നിങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുവാനായിട്ട് ട്യൂട്ടോറിയൽ നടത്തി. അപ്പൊ അങ്ങനെ തന്റെ ജീവിതത്തിന്റെ ദൗത്യം ഓരോന്നായിട്ട് വളരെയധികം അധ്വാനിയായിട്ട് ഈ മുമ്പത്തെ ജീവിക്കുവാൻ ദൈവത്തിനായ അവസരങ്ങളെ ദൈവസന്നിധിയിൽ നിയോഗിക്കുവാൻ കഴിഞ്ഞതായ ഒരു സത്യവിശ്വാസി. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ളതായ നിയുക്തമായ സ്മരണകൾ കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും അയൽവാസികൾ ഓരോരുത്തരുടെയും ഇടവക സമൂഹമായ ഇടവകാംഗങ്ങൾ ഓരോരുത്തരുടെയും മനസ്സുകളിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നല്ല ദിനങ്ങൾ, ഈ ദീർഘമായ ആയുസ്സിൽ ദൈവത്തിനാൻ നൽകപ്പെട്ടതായ ദൈവത്തിനാൻ കരുണയായി ലഭിച്ചിട്ടുള്ളതായ അനേക വർഷങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ ഇവയെല്ലാം നമുക്ക് അനുസ്മരിക്കാം. ഇതെല്ലാം പുറത്തിറക്കി എടുക്കാനായിട്ട് ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതായിരിക്കും അതിന്റെ വാസ്തവം. അപ്പോൾ ഇത്രമാത്രം അനുഗ്രഹീതമായ ജീവിതം നയിക്കാനായിട്ട് ദൈവത്തിനാൻ കൃപ ചെയ്ത ഒരു പിതാവ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നു. ഈ സമയത്ത് നമുക്ക് അതോടൊപ്പം തന്നെ റിഗ്രറ്റ് ഉണ്ട്. എന്താണ് നമ്മുടെ റിഗ്രറ്റ്? ഈ പിതാവ് ഈ നാടുകളിലെ സാലിനോടൊപ്പം കുടുംബത്തിലായിരുന്നു. ഇനിയും സാല് ചെന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ ചെന്ന് കയറുമ്പോൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഈ പിതാവ് കിടന്നതായ പിതാവുണ്ടോ അല്ലെങ്കിൽ ഇരുന്നതായിട്ടുള്ള ചെയറിൽ പിതാവിനെക്കൊണ്ടോ എന്നുള്ളതായ ഒരു ദർശനമായിരിക്കും ആദ്യം നമുക്ക് ഉണ്ടാകുന്നത്. അവിടെ നോക്കുമ്പോൾ ഈ പിതാവ് അവിടെ ഇല്ല. ഇങ്ങനെ ഒരു ഭൗതിക ശരീരത്തോടു കൂടിയുള്ള ഒരാള് അവിടെ ഇല്ല. അപ്പോൾ ഒരു ശൂന്യത മനസ്സിലേക്ക് വരുന്നു. അവിടെ ഒരാളുടെ അഭാവം ഉണ്ടാകും, കുറവുണ്ടാകും. അപ്പോൾ അത് ഇന്ന് മുതലേ അല്ലെങ്കിൽ മരണത്തിന്റെ ദിവസം മുതലേ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആ ഒരു കുറവ് നികത്തുവാനായിട്ട് ഒരാളെ മറ്റൊരാളെ സാധ്യമല്ല. നമ്മുടെ പിതാവ് അല്ലെങ്കിൽ മാതാവിന്റെ കപ്പിൾസ് ഒരാള് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഒരാൾ, ഇങ്ങനെ നമ്മളിൽ നിന്ന് നമ്മളുമായിട്ട് ഏറ്റവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് ശാരീരികമായിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ അത് മരണം വഴിയായിട്ടാകാം, അതല്ലാതെ മറ്റ് ജോലി കാര്യങ്ങളാൽ അല്ലെങ്കിൽ പഠനങ്ങളാൽ ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അത് ആ ഫീലിംഗ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതായ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമ്മൾ അകപ്പെട്ടു എന്നുള്ളതായ ഒരു ബോധ്യത്താൽ ഉളവാകുന്നതായിട്ടുള്ള ഒരു വലിയ വിടവ് ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അനുഭവിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അതിന് നമ്മൾ എന്താണ്, അതിന്റെ പ്രതിവിധി എന്താണ്? ഇന്ന് നമ്മളോടൊപ്പം ശാരീരികമായിട്ട് ഈ പിതാവില്ല. ഈ പ്രിയപ്പെട്ട 4 മക്കള്, അവരുടെ 4 പേരോടും കൂടി ഇന്ന് എന്നാൽ ഈ പിതാവ് ഇനി മുതൽ ജീവിക്കാനായിട്ട് പോവുകയാണ്.
ശാരീരികമായിട്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് പിതാവിൻ്റെ അസുഖം, അല്ലെങ്കിൽ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതായ കാര്യങ്ങൾ തിരക്കുന്ന ഒരു പ്രകൃതം മാറിയിട്ട് എല്ലാവരോടും കൂടി ഇന്ന് ഈ പിതാവായിരിക്കുകയാണ്. ഇന്നും ഒരു സ്ഥലത്തു നിന്നും ഒരു സ്ഥലത്തോട്ടും യാത്ര ചെയ്യുന്നില്ല, എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അത് ആത്മാവിലുള്ളതായ ജീവിതമാണ്. ആത്മീയമായ ഒരു ജീവിതം ഇന്നു മുതൽ ഈ പിതാവ് ആരംഭിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട എല്ലാ മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ഒപ്പം ഈ പ്രിയപ്പെട്ട പിതാവ് ഇന്നു മുതൽ കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ ഈ പിതാവിൻ്റെ ആ വിടവ് അങ്ങനെ നികത്തുവാനായിട്ട്, അകൽച്ച നമുക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇത് സാധിക്കണം. അത് സാധിക്കുമ്പോഴാണ് ഈ മരണത്തെ നമുക്ക് അഭിമുഖീകരിക്കുവാനായിട്ടുള്ളതായ ശക്തി തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഓർമ്മയിൽ ഉണ്ടാകും. ഈ ഓർമ്മയിൽ അവശേഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വിനാഴികയിലും നമ്മൾ ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെങ്കിൽ ഓർക്കുന്നതായ സമയമുണ്ടെങ്കിൽ ഈ പിതാവിനെ സംബന്ധിച്ച് ദൈവം തമ്പുരാൻ കൊടുത്തതായ നന്മകളും അനുഗ്രഹങ്ങളും അദ്ദേഹം പ്രാപിച്ചുകൊണ്ട് അതിൽ വളർച്ച പ്രാപിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെയും വളർത്തുവാനായിട്ടും ഇടപെട്ടു എന്നുള്ളതായ ഒരു വലിയ യാഥാർത്ഥ്യം നമുക്ക് ഉൾക്കൊള്ളാം. അവസാനമായി വി ഡു റിജോയ്സ്. എന്താണ് നമുക്ക് ആത്മസംതൃപ്തി തരുന്നതായിട്ടുള്ള ആശയം? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരു നാളും എന്നിൽ നിന്നും മാറ്റപ്പെടുകയില്ല, അവൻ എന്നാളും എന്നോടൊപ്പം ജീവിക്കും, നിത്യമായി ജീവിക്കും. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിയിലൂടെ നമ്മളെ സംബന്ധിച്ച് അതിൽ ഭാഗഭാക്കുകളാകുമ്പോൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഈ പിതാവ് അനേകം നാളുകളിൽ അനേകം വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് കർത്താവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ജീവിത സഖിയായിട്ട് സ്വീകരിച്ചവനാണ്. കർത്താവിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള വ്യക്തിയിലേക്ക് ഈ വ്യക്തി കടന്നു ചെല്ലുകയാണ്. ഓരോ ദിവസവും പടിപടിയായിട്ട് ഉയർച്ച പ്രാപിക്കുകയാണ്. നമ്മൾ കഴിക്കുന്നതായ ഭക്ഷണം നമ്മുടെ ശരീരമായി തീരുന്നു. എന്നാൽ നമ്മൾ കഴിക്കുന്നതായ ഈശോയിലേക്ക് നമ്മൾ ചേരുകയാണ്. ഈശോ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോയിലേക്ക് നാം ചേരുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അനദർ ക്രൈസ്റ്റായിട്ട് മാറുകയാണല്ലോ. അതാണ് നമുക്ക് റിജോയ്സ് ചെയ്യാനുള്ളതായ അവസരം. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ പ്രിയപ്പെട്ട പിതാവ് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഒരുപടി ഇന്ന് നമുക്ക് മുമ്പായിട്ട് കടന്നു പോയിരിക്കുന്നു. ഈ മുൻപേ പോയതായ പിതാവിൻ്റെ കാലടികൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളെ സംബന്ധിച്ചൊരു മാതൃകയായിട്ട് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈശോയിൽ ജീവിക്കുവാനായിട്ട് പോയതായ ഒരു മരണ കവാടമായിട്ട് ഈ മരണത്തെ കാണുവാൻ, വേർപാടിനെ കാണുവാൻ സാധിക്കുമ്പോൾ ഇതൊരു വലിയ ഒരു കവാടമാണ്, ഈ വാതിലാണ്. ഈ വാതിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നുള്ളൂ. നിത്യതയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. അവിടെ നിത്യാനന്ദം പ്രാപിക്കുവാൻ പ്രിയപ്പെട്ട ദാസനെ നമ്മളിന്ന് പ്രാർത്ഥിച്ച് അയക്കുകയാണ്. ഈ ശുശ്രൂഷകളിലൂടെയെല്ലാം നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ഓരോ പ്രാർത്ഥനയിലൂടെ നമ്മൾ നിർവഹിക്കുന്നതായി തുടർന്ന് ജീവിതത്തിൽ നിർവഹിക്കുന്ന ഓരോ സുഹൃപ്രവൃത്തികളിലൂടെ ഈ പ്രിയപ്പെട്ട പിതാവിനെ, ആ പിതാവാം ദൈവത്തിൻ്റെ പക്കലേക്ക് ഓരോ ദിവസവും നമ്മളുകൂടെ നമ്മുടെ സുഹൃത്ത് ജീവിതം വഴിയായിട്ട് കൂടി അടുപ്പിക്കുവാനായിട്ടും കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ പിതാവിനെയും ഈ പിതാവിൻ്റെ സഹധർമ്മിണിയായി കുടുംബത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിച്ചതായ മാതാവിനെയും അവരുടെ ആത്മാക്കളെയും ദൈവസന്നിധിയിൽ നിന്ന് ഈ ബലിയിൽ സമർപ്പിക്കാം. അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ച് ഈ പിതാവിനെ കുറിച്ചുള്ളതായ നിങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മകൾ കടന്നു വരുന്നതായ സമയത്ത് ആ ഓർമ്മകളെല്ലാം കരുതിക്കൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് പിതാവിന് വേണ്ടി, ആത്മശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം നിങ്ങൾക്ക് അറിയാവുന്നതായ തരത്തിൽ ഒരു പ്രാർത്ഥന നിർവഹിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് ചെയ്യാവുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വേളകളുണ്ട്. യാമനമസ്കാരങ്ങൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോഴോ ആ സമയത്ത് നിങ്ങൾ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ when you remember him, pray one moment. When you pray, remember him or his soul for a moment. And may God give him eternal repose, and the life he led here on earth may be get rewarded in the eternity. Amen. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടുകൂടി ചേർന്ന് കർത്താവേ നിന്നോട് യാചിക്കുന്നുവെന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗ്ഗരാജ്യ അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ അറിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരനെ ഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സകലം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ച് മരിച്ചവരുടെ അനുഭവിക്കുവാൻ കരുതുണ്ടാകണമെന്ന് പ്രതീക്ഷിതമാനോട് ഞങ്ങളുടെ സഹോദരങ്ങളെ
ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് ഘോഷിക്കപ്പെട്ടവരും മരണത്തിന് പ്രാപ്തിയുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വിലന്റെ ശോഭയോടെ ഞങ്ങളുടെ മക്കളുടെ ദിവസത്തിൽ കീർത്തനയിക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്ക് അച്ഛന്മാർക്കിരിക്കുന്ന സ്വർഗഭാഗത്തിൽ ഞങ്ങൾ എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വമണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങൾ എല്ലാവരും നേർന്ന് ഞങ്ങളെ അങ്ങ് വാര്യപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ബലിയിൽ ഓർത്തിടാ
കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും നിൻ മഹിതോ താലത്തിൽ ശരണം തേടുന്നു. ബുദ്ധിരർ ആയിടുവാൻ സർവശക്തനും പിതാവുമായ അവിടുന്ന് വഴി പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ മനുഷ്യനായി പിറന്നു. അന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുന്നേൽപ്പിക്കുന്നത് പോലെ മൂന്നാമത്തെ ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സജീവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തനാക്കട്ടെ. ഭുവന നിവാസികളെ ശുഭമോടുവാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ ഈ കുർബാന സ്വീകരിക്കട്ടെ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരങ്ങളുടെ ശുശ്രൂഷകരാകുവാനുള്ള ഇവരും ഭാവികളുമായിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കിയെന്ന് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരേ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ അവരോടുന്ന സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലിയോ 14 മാർപ്പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേദരാജ് കൃഷ്ണ റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപദാസനുമായ ജോയി ആലപ്പാട്ട് മെത്രാനും പുരോഹിതന്മാർ ശംശാനമാ സമർപ്പിതർ ആത്മാധ്യക്ഷ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ശിശുതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചുപോയവർക്കും വിശിഷ്യ ഞങ്ങൾ ഇന്ന് ആർക്കു വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു ആ പ്രിയപ്പെട്ട ബേസിലിന്റെ ആത്മശാന്തിക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശ്വരൻ അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായക അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിരവും പരിശുദ്ധവും ജീവദായക ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാനങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധമെന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ.
കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ശത്രുതയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. മരത്തിൽ നിന്നുള്ള ഫലം കല്ലറയിലേക്കുള്ള വഴി തുറന്നുവെങ്കിൽ നമ്മുടെ വംശത്തിന് പ്രത്യാശയായ മിശിഹ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്നു. രക്ഷ അറിയിക്കുന്ന ഒരു സ്വരം കേട്ട് മരിച്ചവർ ജീവിക്കുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. സഹോദരരെ, വരുവിൻ, മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് മരിച്ചവരുടെ ഉയർപ്പ് നമുക്ക് പ്രഘോഷിക്കാം. Just a reminder that only Catholics in the state of grace should receive communion. Those who are not Catholics in the state of grace may come up with their arms crossed over their chest to receive the blessing. വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം.
സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്നെരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും വീട് ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ പങ്കുചേരാൻ മർദ്ദരാ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. ഞങ്ങളോട് കാണിച്ച് വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മെസ്സിഹായെ, അമർത്യതയുടെ ഔഷധമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായ എന്നേക്കും ആമേൻ. മരണം മൂലം മരണത്തെ വിജയിച്ചവനാം മിശിഹായേ, ശാശ്വത ജീവൻ ഉറവിടമേ, നിൻ തിരുനാമം മഹനീയം. നിന്നുടെ രക്തശരീരങ്ങൾ കൈക്കൊള്ളുന്നവരെല്ലാരും പാരിൽ മൃത്യു വരിച്ചാലും ജീവിച്ചിടും സ്വർഗത്തിൽ. അവരുടെ സ്മരണയുണർത്തിടുമേ വെളിയിൽ ചേർന്നവരാം നിങ്ങൾ. സ്വർഗോന്മുഖരായി ജീവിക്കാൻ കൃപയാലെന്നും നിറയട്ടെ. ജീവനും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പേജ് 22 ദേവാലയത്തിലെ പ്രാർത്ഥന. അവരത് പറഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചു. അണീശോ മൃതരാമകിലർക്കും ജീവനും അതുപോ ശരണവും അരുളിടാൻ. കർത്താവിനെ പ്രവർത്തിക്കും. കൈപ്പെല്ലാം
കരുവിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടരെഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിഴയിൽ ശിഷ്ടനുമൊരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു, എന്റെ മേൽ കൈവച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവൻ അവർക്കേകും. വിശ്വപ്രകാശമുദിച്ചു കനകപ്രഭയിൽ. കബറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ. പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനും ദൈവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ആമേൻ. ഈശോനാഥ മരണവും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാൾ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗ സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമ്പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ബേസിൽ ചേട്ടൻ അവസാനമായി ദേവാലയത്തോട് ഇവിടെ പറയുകയാണ്. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമുദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു വിശുദ്ധ ഉദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചുരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവോചനങ്ങളാൽ എൻ്റെ ആത്മാവിനെ പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗീയ ഭവനത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് പാട്ട് പാടുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വേഗം നടക്കാൻ പറ്റാത്തവർക്ക് മുൻപോട്ട് വരാവുന്നതാണ്. മുൻപോട്ട് വന്ന് അന്തിമ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഉപകാരം അർപ്പിച്ച് പോകാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി എടുത്ത് പുറത്തേക്ക് പോകുന്നതായിരിക്കും. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സിമിട്രിയിൽ ചെന്നിട്ട് ബാക്കി ശുശ്രൂഷകൾ ചെയ്യുന്നതായിരിക്കും.
എൻ്റെ സഹോദരിയെ നമ്മെ സൃഷ്ടിക്കുകയും മരണവിധരാക്കുകയും മരണശേഷം ഉറപ്പിച്ച അക്ഷരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ ഞങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയത ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതഗണക്കെ രാജിക്കുന്നു. മൃഗനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി, ഭീകരമൃതിതൻ ചന്തലയേവും പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുധാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമാ ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിനിയും ജയലാളിതനാ വരുമീ ധരയിൽ കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനാ. ആകാശത്തിൻ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാനെത്തും ദിവസം വേഗം പുലരാ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാൻ തിരികെ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിശ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ അണിനിൽക്കുന്നു. ഓശാനകളാൽ എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോ പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലങ്കൃതരാൻ വരുവിൻ വരുവിൻ നൃഭനെ മുറപോ എതിരേൽപ്പതിനാ.
വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. വസ്ത്രം കൈപ്പണി അല്ലാത്തതു ചാർത്തിയിടും ആദം മക്കൾക്കാ കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ മരണദൂതൻ എൻ്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എൻ്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. വത്സലരേ, സത്യം ഭയമാർന്നിടുന്നേ. കഠിന ഭയത്താൽ എന്നകത്താ ഇളകിയിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ പേ കാൾവീട്ടതിന പോകുന്നേ സങ്കടപൂർവം. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വലം പാകേ
ആകാശവും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുധരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദിമുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥ നിൻ തിരുമഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നയിക്കുവാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറത്തു കൊടുത്ത് അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ തന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായ ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചേറിയിരിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചു തീർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ ഉത്കൃഷ്ടമായവർക്കും അഗ്നിയുമായി നിത്യജീവനം നൽകിയ സ്വർഗരാജ്യമാകുന്ന ഓർഷത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സത്കരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യനിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിവാസികളെ ശുഭമോടുവാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. എന്റെ കണക്കല്ല സർവരഹസ്യവിധീശൻ തൻ തിരുസന്നിധിയിൽ. ലോകവും അതിലെ നിവാസികളുമേ, സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു.
വന്നീനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സുപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. ൂഴിയിലുയരും ശൂശാന പൂക്കൾ വസ്ത്രം കൈപ്പണി അല്ലാത്തതു ചാർത്തിയിടും പോ ആദം മക്കൾക്കാ ൂക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയിർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. ൂക്കുദിശ നെയ്ത വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ.
കാനന പുഷ്പങ്ങൾ അമാനുഷിക കരങ്ങൾ നെയ്ത് വസ്ത്രം ധരിക്കുന്നത് പോലെ തന്നെ ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയിർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു. നിവാസികളെ ശുഭമോടുവാണിടുവിൻ. ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം. എന്റെ കണക്കല്ല സർവരഹസ്യവിധീശൻ തൻ തിരുസന്നിധിയിൽ. ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പീൻ. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു.